ഐ ടിയിലെ കുട്ടികളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നതിനായിട്ട് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നിട്ടുള്ള ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ലഭിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ യൂസർ നെയിം പാസ്വേഡും ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ സൈൻ ഇനിൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സും നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും ഇവിടെ കൊടുത്ത് സൈൻ ഇൻ ചെയ്യാം. ഇനി ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്റ്ററിൽ പോയിട്ട് നമ്മുടെ പേര് ഇവിടെ കൊടുക്കുക, ഐ ടിയുടെ പേര് കൊടുക്കുക, ട്രേഡ് കൊടുക്കുക. ഇതിൽ പൊസിഷൻ സെലക്ട് ചെയ്യുക, ഇമെയിൽ അഡ്രസ്സ് സെലക്ട് ചെയ്യുക, പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക, 2 പ്രാവശ്യം ടൈപ്പ് ചെയ്യുക. അതുപോലെ ഒരു പിന്നെ നമ്മൾ 2 പ്രാവശ്യം ഇവിടെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുമ്പോൾ ക്രിയേറ്റ് ആവും. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഈ ഇമെയിൽ അഡ്രസ്സും ഈ പാസ്വേഡുമാണ് പിന്നെ നമ്മൾ ലോഗിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ കൊടുത്ത യൂസർ നെയിം പാസ്വേഡും കൊടുത്തിവിടെ ലോഗിൻ ചെയ്യാം. ഇവിടെ നമ്മൾ രണ്ടാമത് ഒരു 4 ഡിജിറ്റ് പിന്ന് കൊടുത്തല്ലോ, അതാണ് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇങ്ങനൊരു പേജ് ലഭിക്കും. ഇവിടെ ഇങ്ങനൊരു പേജ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഇവിടെ നമുക്ക് ആദ്യം ബാച്ച് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ആൾറെഡി ഒരു ബാച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എ ബാച്ച് കോപ്പ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ന്യൂ ബാച്ച് കൊടുക്കുക, ഇവിടെ ബാച്ചിൻ്റെ പേര് കൊടുക്കുക, ട്രേഡ് കൊടുക്കുക, അക്കാഡമിക് ഇയർ കൊടുക്കുക, എന്നിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ ആൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റ എൻ്റർ ചെയ്യാനാണ്. അപ്പോൾ ഏത് ബാച്ചിലാണോ സ്റ്റുഡൻറ്റിനെ എൻ്റർ ചെയ്യാനുള്ള ആ ബാച്ച് സെലക്ട് ചെയ്യുക. സ്റ്റുഡൻറ്റിൻ്റെ ഒരു അഡ്മിഷൻ നമ്പർ, പേര്, ബാച്ച് ഇവിടെ സെലക്ട് ചെയ്താലും മതി. അപ്പോൾ ഇവിടെ സ്റ്റുഡൻറ്റ് ക്രിയേറ്റ് ആയി. ഏതെങ്കിലും സ്റ്റുഡൻറ്റിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് 1 ടൈം സെറ്റപ്പാണ്. 1 ടൈം നമ്മൾ സ്റ്റുഡൻറ്റിനെ എൻ്റർ ചെയ്താൽ പിന്നെ നമുക്ക് സ്റ്റുഡൻറ്റിനെ എൻ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ദിവസമായിരിക്കും കാണിക്കുക. ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് എല്ലാം പ്രസൻറ്റ് കൊടുത്തിട്ട്, അപ്പോൾ ഇവിടെ ഈ പീന്ന് കാണുന്നതെല്ലാം പ്രസൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും കുട്ടി ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് മാത്രം ആബ്സെൻ്റ് ആക്കി കൊടുക്കുക. അങ്ങനെ വളരെ എളുപ്പത്തിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് മന്ത്ലി റിപ്പോർട്ട് എടുക്കാൻ ഇവിടെ മന്ത്ലി റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ജനറേറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത അറ്റൻഡൻസ് എല്ലാം ഇവിടെ കാണിക്കും. ഇനി ഇത് പ്രിൻ്റ് എടുത്ത് നമുക്ക് ഐ ടി ഐയിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, GIക്കൊക്കെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രിൻ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഇനി H1 H2 ഇതിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ സാധിക്കും. നമ്മൾ അറ്റൻഡൻസ് എല്ലാം കുറേ ദിവസത്തെ അറ്റൻഡൻസ് മാർക്ക് ചെയ്തതിനു ശേഷം H1ൻ്റെ റേഞ്ച് ഡേറ്റ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുക. അതുപോലെ H2ൻ്റെ റേഞ്ച് ഡേറ്റും പറഞ്ഞു കൊടുക്കുക. ഇതിനിടയിലുള്ള അറ്റൻഡൻസ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. ഇനി എല്ലാ റിപ്പോർട്ടിലും നമ്മൾ ഷോപ്പ് ഫ്ലോർ കൂടെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് കൊടുക്കുക. ഷോപ്പ് ഫ്ലോർ എൻ്റർ ചെയ്യാനായിട്ട് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഷോപ്പ് ഫ്ലോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഏതൊക്കെ ഡേറ്റിലാണോ ഷോപ്പ് ഫ്ലോർ എൻ്റർ ചെയ്യാനുള്ളത് അത് നമുക്കിവിടെ എൻ്റർ ചെയ്യാം. ഒരു ഷോപ്പ് ഫ്ലോറിന് 1/4 അറ്റൻഡൻസ് ആണ് കൊടുക്കണമെങ്കിൽ 1/4 ക്ലിക്ക് ചെയ്യുക. 1/3 ആണെങ്കിൽ 1/3, 1/2 ആണെങ്കിൽ അങ്ങനെ ഫുൾ അറ്റൻഡൻസ് കൊടുക്കണമെങ്കിൽ 1 കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഷോപ്പ് ഫ്ലോർ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു അറ്റൻഡൻസ് ബുക്ക്, അതായത് നമ്മുടെ കയ്യിൽ വെച്ചിരിക്കുന്ന അറ്റൻഡൻസ് ബുക്ക് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ രീതിയിലുള്ള അറ്റൻഡൻസ് ബുക്ക് നമുക്കിവിടെ ലഭിക്കും. അതുമാണെങ്കിൽ നമുക്ക് പ്രിൻ്റ് ഓപ്ഷൻ ഉണ്ട്, പ്രിൻ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ മറ്റൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ അറ്റൻഡൻസ് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ഓപ്ഷൻ കൊടുക്കാം. ഇനി പേരൻറ്റിന് ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ടിരുന്നു കഴിഞ്ഞാൽ അതാത് ഓരോ ദിവസത്തതും എന്ത് ചെയ്യും, പേരൻറ്റിനെ കാണാനായിട്ട് സാധിക്കും. അതായത് സ്വന്തം കുട്ടി ഇന്ന് ക്ലാസ്സിൽ വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് ആ പേരൻറ്റിന് അറിയാനായിട്ട് സാധിക്കും. ആ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ 1 ടൈം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലിങ്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. മറ്റൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത് വരെ ആ ലിങ്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ആ ലിങ്ക് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ മറ്റൊരു ലിങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മതിയാവും. ഇതിനകത്ത് 2 ഓപ്ഷൻ ഉണ്ട്. ആബ്സെൻ്റ് ആയ സ്റ്റുഡൻറ്റിനെ മാത്രം പാരൻസിനെ കാണുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. ഇനി എല്ലാ സ്റ്റുഡൻറ്റിൻ്റെ അറ്റൻഡൻസ് ഡീറ്റെയിൽസ് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് സെലക്ട് ചെയ്യാം. ജനറേറ്റ് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലിങ്ക് കോപ്പി ചെയ്യുകയും ചെയ്യാം. ഈ ലിങ്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യുകയും ചെയ്യാം. മൊബൈലിൽ നിന്നാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പിലോട്ടൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് ഉള്ളത്.